മാമ ചന്തു മാമ, ഓ മാമ ചന്തു മാമ. ഒരു വട്ടം കണ്ടേയുള്ളൂ, അത് ഒന്നെ കണ്ടേയില്ല, ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾ വന്നു മാമ. ഓ മാമ ചന്ത മാമ, ഓ മാമ ചന്ത മാമ. ചന്ത മാമ. ഞാൻ ആരോമൽ ശേഖരന്റെ മകൻ കണ്ണപ്പൻ ഉണ്ണി. ഞാൻ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമൽ ഉണ്ണി. പറ മോനെ, അമ്മയുടെ വിശേഷങ്ങൾ പറ, അമ്മയുടെ വിശേഷങ്ങൾ പറ, കേക്കട്ടെ. ജനറൽ ബോഡി കഴിഞ്ഞ് ഇപ്പൊ ശ്വേതാമേനോനാണ് പ്രസിഡന്റ്. ഇത് പറയാനാണോ ഉണ്ണി രണ്ടും കൂടെ രാവിലെ വെളിയിൽ ചാടി വന്നേക്കണത്? ആ അമ്മയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഉണ്ണിയാർച്ചയുടെ കാര്യം പറ. ഉണ്ണിയാർച്ചക്ക് ഇപ്പം പഴയ പോലെ മുട്ടപ്പം മുടിയുണ്ടോ? മിണ്ടാളെ ഞാൻ പറഞ്ഞോട്ടാ, ഇനി ഒന്ന് അടങ്ങ്. പറയാമല്ലേ, ഉണ്ണിയാർച്ചക്ക് ചിരിക്കുമ്പോൾ രണ്ട് നുണക്കുഴി വിരിയുമായിരുന്നു പണ്ട്. നിങ്ങൾ വാളെടുക്കും വരാന്ന് വാളെടുത്ത് ഞാൻ പറഞ്ഞു തീർന്നോട്ടാ. ഒരു സീരിയസ് പാടും. ആരാമല്ലേ, ഈ ഉണ്ണിയാർച്ചയുടെ ചെവിയുടെ പുറകിൽ ചെറിയൊരു പാലുണ്ണി ഉണ്ടായിരുന്നു. അത് കരിച്ചു കളയാൻ പറഞ്ഞായിരുന്നു, അത് കളിച്ചാർന്നോ? പറഞ്ഞോട്ട് ഇങ്ങോട്ടല്ല പറഞ്ഞ വരാന്ന്. പിന്നെ നിനക്ക് എല്ലാത്ത ക്രിമകടിയാണോ? നിനക്ക് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിനിടക്ക് കയറി. ആരോമല്ലേ, ഉണ്ണിയാർച്ചക്ക് ഇപ്പോഴും പഴയ അംഗലാവണ്യമുണ്ടോ? ഇനി വന്നേ, ഞാൻ പറഞ്ഞുതരാം. പഴയ ആ സൂക്കേട് ഇപ്പോഴും പെണ്ണുങ്ങളെ കാണുമ്പോൾ തീർന്നിട്ടില്ല അല്ലേ? ആൾക്കാരെ കണ്ടി പറയിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണു. ആരോമലേ, എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോനെ നീ. അപ്പൊ ഈ ഉണ്ണിയോ? നീ പ്ലെയിൻ ഉണ്ണിക്ക് വല്ല റോളില്ല. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോനെ നീ. പറ, ഉണ്ണിയാർച്ച ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മ നാദാപുരം പഞ്ചായത്തിലെ 19ാം വാർഡിലെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. തേപ്പോട്ടിയാണ് ചിഹ്നം. നിന്ന് തൊല്ലുമ്പോൾ അമ്പത്തിനിറങ്ങി. അമ്മയുടെ ശബ്ദം അറിയാലോ. എടാ, ബഹളം ഉണ്ടാക്കണം. നിങ്ങൾ വിശ്രമിക്കും, ഒരു ഇളനീരൊക്കെ കഴിച്ചിട്ട് പോകാം. ഇളനീര് കുടിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള് തലയെടുക്കാൻ വന്നതാണ്. കണ്ണപ്പനുണ്ണി, ഇത് വെച്ചൊന്ന് വായിച്ചേ. പഞ്ചറ് കട അല്ലാതെ ഷാപ്പെന്നാണോ? തല ചോദിച്ചാൽ ഞാൻ അവിടെ നിന്നിട്ട് തരാനാ? മീനിന്റെ തലയല്ല, ഈ ചതിയ ചന്തുവിന്റെ തല എടുക്കാനാണ് വന്നത്. അമ്മയുടെ ശബ്ദം അറിയാലോ. ഈ തലയെടുത്ത് ചോര കണ്ടു കടകിട്ട് വേണം അമ്മയ്ക്ക് മുടി വാരി കെട്ടാൻ. ഇപ്പൊ തന്നെ അമ്മയുടെ മുടി ഒരുപാട് കൊഴിഞ്ഞ്. ഇനി ഈ തലയെ കൊണ്ട് ചെന്നില്ലെങ്കിൽ മുടി മൊത്തം പോവും. ഒറ്റ നീലവൃങ്ങാതി തീരണ്ട കേസിനാണ് ഈ വാളും പൊക്കി പിടിച്ച് വന്ന് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷവും നീയൊക്കെ ഇതുകൂടെ വാളുമായിട്ട് വന്ന് എന്റെ തല കൊയ്യാൻ വന്നു. അന്ന് ഞാൻ തന്നെ സ്വയം കുത്തിയിട്ട് മരിക്കാറായപ്പോൾ പറഞ്ഞു എന്റെ തല വെട്ടിയെടുത്ത് കൊണ്ടുപോകളെ. അന്ന് നീയൊക്കെ ചെയ്യാതെ പോയെന്താ? അതെ, നിങ്ങൾ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണത്. നിങ്ങൾ തന്നെ വാളിന് കുത്തി ചത്തപ്പോ ഞങ്ങൾ തല വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പാണം നാട്ടിക്കടെ പാടി നടക്കും. ചന്തു ആത്മഹത്യ ചെയ്തപ്പോ ആ തലയും വെട്ടിക്കൊണ്ട് വന്നേക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ അന്നേരം ഞങ്ങൾ രക്ഷിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തല കൊയ്യാൻ വേണ്ടി വന്നത്. എന്ത് പരിപാടി ചെയ്തു? ഇതിനൊക്കെ എന്നാ പേരിട്ട് ഞാൻ വിളിക്കണം? ഞാൻ വല്ല പേര് വിട്ടാ കൂടി പോകും. നിനക്കൊക്കെ നീയൊക്കെ അന്ന് തലവെട്ടാ ഞാനിപ്പോ സാമ്പത്തികം ഞെരുക്കത്തില്ല, അറിയാവൂ? തലവെട്ടാത്ത സാമ്പത്തികം? പിന്നല്ലാതെ. ഒരു വർഷം കൊണ്ട് ഞാൻ ബജാജിന്റെ EMI എടുത്ത് 2 കുതിരേനെ മേടിച്ചു. മാസം അതടക്കണം. ഹൗസിംഗ് ലോൺ എടുത്ത് കളരി പുതുക്കി പണിത് അതടക്കണം. ഇതെല്ലാം പോരാഞ്ഞിട്ട് സഹകരണ ബാങ്കിൽ നിന്ന് പരസ്പരരാമിൽ നിന്ന് ലോൺ എടുത്തത് ഈ ആയുധം മുഴുവൻ മേടിച്ചു വെച്ച്. അത് അന്നേരത്തെ എന്റെ ഒരു കാഴ്ചപ്പാട്. അന്ന് മേടിച്ചതാണ്. ആയുധം എടുത്തിറങ്ങി നിങ്ങൾ വെറും ഭീരു മക്കളെ. ഈ ചന്തുവിന്റെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. പടം മാറിപ്പോയി. രണ്ട് പടം. പടം രണ്ടാണേലും ഡയറക്ടർ ഒന്നല്ലേ, ആർട്ടിസ്റ്റ് ഒന്നല്ലേ? എടാ, അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്നാടാ? എന്തെങ്കിലും പറയട്ടെ, അത് വിട്. ഇയാൾക്ക് പേടിയാണ്, അറിയാലോ. ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആയുധമില്ലാത്തവരെ നേരിടരുതെന്ന്. എങ്ങനെ? ആയുധമില്ലാത്തവരെ നേരിടരുതെന്ന് ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആളെടുത്തിട്ട് വാടാ ചന്തു. ഇപ്പൊ കാരണന്മാരിങ്ങനെ ഓരോന്ന് പറഞ്ഞു വെച്ചോളൂണ്ട് വെട്ടിട്ടാതെ രക്ഷപ്പെട്ടു. എന്റെ ആരോമലെ, എന്റെ ഈ ആയുധമില്ലാത്തവരെ വെട്ടാൻ പാടില്ല. ഞാൻ വെട്ടരുത്. അവൻ പറഞ്ഞു കിട്ടില്ല, ആയുധമില്ലാത്തവരെ വെട്ടരുതെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയാൻ പോയത്? ഞാൻ കൈ നിന്നിട്ട് പറഞ്ഞാണെന്ന്. എന്നിട്ടിപ്പോ ഫുള്ള് കയ്യിൽ നിന്ന് പോയി നിൽക്കുവാ. എന്നിട്ടാണ് അതിന് അമ്മ തന്നുവിട്ടതാ. അമ്മ തന്നുവിട്ടതാണെന്ന്. ഈ ഉണ്ണിയാർച്ചയുടെ ഒരു കാര്യം, പിള്ളേരുടെ കയ്യിലാണ് ലവ് ലെറ്റർ ഒക്കെ കൊടുത്തു. പണ്ടും ഇങ്ങനെ ഒരേ കുറിപ്പ് ആരെങ്കിലും കൊടുത്തു വിടും, ഞാൻ അത് വായിച്ച് ചെന്ന് ചാടിക്കൊടുക്കും. ലവ് ലെറ്റർ അല്ലേ, ബില്ലാണല്ലോ. 1,63,678 രൂപയോ? ഇതെന്നാ ബില്ല് ഇത്? നിങ്ങൾ എന്ന് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഇങ്ങോട്ട് പോവാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നോ? അതിന്റെ ബില്ലാണിത്. ബില്ലാണ്. ഞാനിത് വിശ്വസിക്കില്ല. എന്നെ എല്ലാത്തിനാണ് ആശുപത്രി കൊണ്ടുപോയത്? വാള് കൊണ്ട് വയറിന് കുത്തി തുടങ്ങിയിട്ടാണോ? അതെ. പട്ടി കടിച്ചിട്ടല്ലോ. പട്ടി കടിച്ചിട്ടോ? പിന്നെ ഇതിൽ പേവാറെന്ന് എഴുതി വെച്ചേക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സാധനത്തിനുണ്ടല്ലോ, കർണ അടിച്ച് പൊളിക്കാണ് വേണ്ടത്. അമ്മാവനായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരു മഹാമനസ്കത. തലവെട്ടുന്നതിലേക്കെ വലുതാണല്ലോ കർണ അടിച്ച് പൊളിക്കുന്നത്.
നിങ്ങൾ മര്യാദക്ക് പൈസ ഇത് കള്ളബില്ലാണ് എന്താണ് കള്ളബില്ല് എന്താണ് ഇതിൽ എഴുതി വെച്ചോ ആപ്പിൾ മുന്തിരി ഓറഞ്ച് യമൻ മന്തിയോ ഐസി കിടന്ന് ഞാനെപ്പോഴാ യമൻ മന്തി കഴിച്ചു അത് നിങ്ങൾ ഐസി കിടന്നപ്പോ അവൻ ടെൻഷൻ കാരണം കഴിച്ചാ ഞാൻ കഴിച്ചതാ. എന്റെ വയറിന് കുത്തേറ്റാണോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത്? അതെ. പിന്നെ എന്റെ കാലിന് എന്തിനാണ് പ്ലാസ്റ്റർ ഇട്ടത്? ഞാൻ ഐസിയിൽ നിന്ന് ബോധം വിട്ട് നോക്കുമ്പോ കാലിൽ ഒരു പ്ലാസ്റ്റർ. അമ്മ അതിനെ സംഭവം അറിയോ? നിങ്ങൾ ഈ വാളിങ്ങനെ കുത്തി കയറ്റിയില്ലേ, അപ്പൊ അത് എല്ലിന്റെ ഇടയ്ക്ക് കുരുങ്ങിയിരിക്കുവായിരുന്നു. യവൻ വലിച്ചു ഊരിപ്പോ ഊരി പോന്നില്ല, അന്നേരം കാലെ ചവിട്ടി പിടിച്ചിട്ട് ഊരിയതാണ്. അപ്പൊ കുഴ തിരിഞ്ഞു പോയതാണ് അമ്മാവ. രണ്ട് പൈസ തന്നെ അമ്മാവ. ഞാൻ വേറെ പൈസ ഞാൻ തരും, പക്ഷെ ഈ ഫുഡ് കഴിച്ച പൈസ ഞാൻ തരത്തില്ല.